സിനിമകൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊക്കോട്ടിരിക്കുമ്പോൾ 100 കോടി 150 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഹെവി ബഡ്ജറ്റിൽ താരങ്ങൾ ചെയ്തിരിക്കുന്ന സിനിമകളിൽ ലോ ബഡ്ജറ്റിൽ സിനിമകൾ ഇറക്കാൻ പറയുന്നത് ചെറിയൊരു കാര്യമില്ല. പക്ഷെ അത് പ്രേക്ഷകരിലേക്ക് എത്ര നാൾ തിയേറ്ററുകളിൽ നിൽക്കും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി അന്ന് വൈകുന്നേരത്തോടെ വാഷ് ഔട്ട് ആകുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം കോൺഫിഡൻസ് എന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് നിപിൻ. ഏത് ചാനൽ? ഹോട്ടൽ സോ ടി വി. ചുമ്മാ അറിയാൻ വേണ്ടി, കാരണം നിങ്ങൾ പിന്നെ ഇത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുമല്ലോ. അപ്പം ആളിനെ ഓർത്ത് വെച്ചാൽ എന്നോട് ചോദ്യം ചോദിച്ചവർക്ക് എന്തായാലും പ്രത്യേകമായിട്ടൊരു അവസരം കൊടുക്കാൻ ഞാൻ ഇവിടെ ശ്രമിക്കുന്നു. ഇപ്പൊ ചോദിച്ചു ചെറിയ പടങ്ങൾ എത്ര നാള് തിയേറ്റർ നിൽക്കും എന്ന്. നമ്മുടെ പടത്തിന്റെ ഞാൻ മനസ്സിലാക്കിയ ഒരെണ്ണം, എനിക്ക് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതിനകത്ത്. ബിഗ് ബോസിന് ശേഷം ഞാൻ എൻ്റെ ജോലി കാലടി ശങ്കര കോളേജിലെ അധ്യാപക ജോലി 5 വർഷം, ഞാൻ ഈ വർഷം റിട്ടയർ ചെയ്യേണ്ട ആളാണ്. 5 വർഷം 1.25 കോടി രൂപയും സാലറി നിസാരമായി എഴുതി കളഞ്ഞിട്ട്. കാരണം അന്ന് ലാലേട്ടൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പലർക്കും അറിയാം, ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞാണ് അടുത്ത 2 പടത്തിൽ എനിക്ക് അവസരം തരാമെന്ന്. പക്ഷെ അത് നാളെ ഇതുവരെ നടന്നില്ലെങ്കിലും അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, പറഞ്ഞ വാക്ക് പാലിക്കും. എൻ്റെ വാട്സപ്പിലുണ്ട്, ഞാൻ ഇതിനൊക്കെ മറുപടി അയക്കാറുണ്ട്. തീർച്ചയായും ഞാൻ ഒരുപക്ഷെ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ തരുമായിരിക്കും. പക്ഷെ അങ്ങനെ ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് എനിക്ക് ഒരു മടിയും കൂടാതെ എൻ്റെ അമ്മ 2019 മെയ് 23 എന്നെ വിട്ടുപോയി. പിന്നെ അമ്മയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ അവാർഡുകളും അംഗീകാരങ്ങളും ഗ്ലാസുകളും എല്ലാം എടുത്ത് ഷൈൻ ചെയ്തുകൊണ്ട് നടന്നത്, അമ്മയെ സന്തോഷിപ്പിക്കാൻ. അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തിനാ ജോലി, സിനിമയിൽ എന്തെങ്കിലും ആവാൻ പറ്റുമോ നോക്കാം. ഒരു ചെറിയ കലാകാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് 2021 ഞാൻ കോളേജ് ജോലി റിസൈൻ ചെയ്തിട്ട് സിനിമയിൽ ഇറങ്ങി. 5 വർഷം കൊണ്ട് ഫുൾ ടൈം ഇതിന്റെ പുറകെ പല മേഖലകളിൽ നടക്കുന്നു. 4 സിനിമകളുടെ AD ആയിരുന്നു, ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിരുന്നു, ഒരു പടം കാസ്റ്റിംഗ് ഹെഡായി ചീഫായിട്ട് വർക്ക് ചെയ്തു. അതിലാണ് ഈ അവസരം കൊടുത്തത്. ഇത് പറയാൻ കാരണം, ഈ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട്, എത്ര കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതിനേക്കാൾ പ്രധാനം എങ്ങനെ മേക്ക് ചെയ്യുന്നു, എത്ര സ്ക്രിപ്റ്റിന്റെ ബലം, എത്ര ഡയറക്ടർ അത് ഏത് രീതിയിലാണ് മേക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ജനത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ, നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ, എത്രയോ 100-200 കോടി, എത്രയോ കോടികൾ ചെലവാക്കിയ പടങ്ങൾ വമ്പൻ പരാജയങ്ങളായി അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയണ്ടല്ലോ. അല്ലാതെ തന്നെ അറിയാം, സൂപ്പറായിട്ട് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ ചെയ്ത് താരതമ്യേന അധികം പടത്തിൽ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ജിൻഡോയുടെ അഭിനയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ജിൻഡോ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് മുമ്പ്, അന്ന് ഞാനാണ് ബിഗ് ബോസ് കഴിഞ്ഞത്, ഞാൻ സീസൺ 2 കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് സാറ് എന്നെ വിളിക്കുകയും ഞാൻ അതിലേക്ക് ചെയ്യാൻ പോകുന്നത്. ആ സമയം ജിൻഡോ ബിഗ് ബോസിന്റെ ആളല്ലായിരുന്നു. പക്ഷെ ജിൻഡോ ആറാടിയ ഒരു സിനിമയാണ്. ജിൻഡോ അഴിഞ്ഞാടിയ ഒരു സിനിമ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് ആണ് ഞാൻ രസകരമായ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതില്ല. കാരണം നമ്മള് എന്റെ മോനെ, ജിൻഡോ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നല്ലേ നീ ചോദിച്ചത്? അതിന് ഏറ്റവും ബെസ്റ്റ് വാക്കാണ് ഞാൻ പറഞ്ഞത്. പലരും ഇപ്പം പറയുന്നു ജിൻഡോ നേരെ ചെയ്യൂല, ജിൻഡോ അങ്ങനെ ചെയ്യില്ല, ജിൻഡോ പെർഫോമൻസ് മോശമാണ്, ജിൻഡോ മസിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷേ സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന ഒരു സിനിമ നീ ഒന്ന് പോയി കണ്ടു നോക്ക്. ജിൻഡോയും ഡോക്ടർ ഷിനു ശ്യാമളനും കൂടെ പെർഫോം ചെയ്തിരിക്കുന്ന ഓരോ ഫ്രെയിമുകൾ കണ്ടാണല്ലോ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീച്ചു പോകും. ആ കണക്കിന് ആറാടിയ പടമാണ് ജിൻഡോ. ജിൻഡോ എന്ന് പറയുന്ന ഒരു സൂപ്പർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ജിൻഡോയുടെ പല കഴിവുകളും പുറത്ത് നേരിട്ട് കാണാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജിൻഡോ ബിഗ് ബോസിൽ കണ്ട ജിൻഡോ അല്ല, നല്ലൊരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ അന്ന് ഈ ബിഗ് ബോസിന്റെ ഇമേജ് അതിനകത്ത് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് ബിഗ് ബോസിന്റെ ഇമേജ് ഉണ്ട്. രണ്ട് തരമാണ്, പറഞ്ഞ് മനസ്സിലായോ? ആ ഇമേജ് എനിക്കൊക്കെ അപ്പോഴും ഇമേജ് ഇല്ല, ഇപ്പോഴും ഇമേജ് ഇല്ല. ഞാൻ അങ്ങനെ ഇമേജ് നോക്കുന്ന ആളല്ല. കാരണം ഞാൻ വളരെ ലോയിൽ നിന്ന് താഴെ നിന്ന് കയറി വന്ന ആളാണ്. ഞാൻ എപ്പോഴും ആ താഴത്തെ തട്ടുള്ള ആൾക്കാരോട് നിൽക്കാനും കൂടാനും കമ്പനി കൂടാനും നടക്കുന്ന ആളാണ്. നമുക്കൊരു ഇമേജിന്റെ ചട്ടക്കൂട്ടുകളും താല്പര്യമില്ല. സാധാ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അന്നും ഇന്നും എന്നും അങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പം ജിൻഡോക്ക് ഇമേജുകളുണ്ട്. പക്ഷെ അന്ന് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ പോസിറ്റീവാണ് പറയുന്നത്, ഏറ്റവും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ജിൻഡോയിൽ നിന്ന്. ഈ സ്വപ്ന സുന്ദരിയിൽ ജിൻഡോ അഭിനയിച്ച ആ പെർഫോമൻസ് ലെവലിൽ ഇപ്പൊ ജിൻഡോ എന്നോടൊപ്പം 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാമിലി സർക്കസ് എന്ന് പറയുന്ന ഒരു സിനിമ, ദേവത എന്ന് പറയുന്ന സിനിമ, അതിൽ ഞാനാണ് വില്ലൻ ദേവതത്തിൽ. അപ്പൊ ഈ സിനിമകളിലൊക്കെ ജിൻഡോയുടെ പെർഫോമൻസ് ഞാൻ നോക്കിയപ്പോൾ സ്വപ്ന സുന്ദരിയിൽ കണ്ട അത്രത്തോളം റേഞ്ചിലേക്ക് ജിൻഡോ എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബിഗ് ബോസിന് മുമ്പ് ജിൻഡോ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ബിഗ് ബോസിന് ശേഷം നമുക്കിനി ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ ആ സിനിമകൾ. അതുകൊണ്ട് ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തതായിരുന്നു അല്ലേ സാറേ?
ഡാൻസ് പോലും ആരും പഠിപ്പിച്ചു കൊടുത്തില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അല്ലെ ജിൻഡോ കാലൊക്കെ തൂക്കി കോരി കഴിച്ചു അല്ലെ. ഭയങ്കരമായിട്ട് അവർ തമ്മിൽ ഡാൻസും ഡ്യൂറ്റുകളും പിന്നെ വെള്ളത്തിൽ ചാട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിനകത്ത് എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് ആണ് ജിൻഡോ. ജിൻഡോ കുറച്ച് ആർട്ടിസ്റ്റ് എന്നുള്ള എനിക്ക് കുറച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ രസകരമായി അത് പ്രസന്റ് ചെയ്യുന്നുള്ളത്.